ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലൻതിങ്. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ ചില കൺസ്ട്രക്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ, ടു ഡ്രോ ഹാഫ് എ ഗിവൺ ആംഗിൾ. ഒരു കോൺ തന്നിരുന്നാൽ അതിന്റെ പകുതി വരയ്ക്കുന്നത് എങ്ങനെ, അതാണെന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, നമുക്കൊരു 45 ഡിഗ്രിയുടെ കേന്ദ്രകോൺ തന്നിട്ടുണ്ടല്ലേ. ഈ കേന്ദ്രകോൺ ഈ ആർക്കിന്റെ കേന്ദ്രകോണാണ്. ഈ ആർക്കിന്റെ രണ്ട് അഗ്രങ്ങൾ വൃത്തത്തിലെ ഏതൊരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ കേന്ദ്രകോണിന്റെ പകുതിയാണ്. അതായത് ഈ ആർക്കിന്റെ ഈ ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതിയാവും? ഇതങ്ങോട്ട് നീട്ടിയാൽ പോരെ? എന്നിട്ട് ഈ അഗ്രങ്ങള് ഇങ്ങോട്ട് കൂട്ടിമുട്ടിച്ചാല് നമുക്ക് ഈ ആംഗിൾ എത്ര കിട്ടും? 45 ഡിഗ്രിയുടെ പകുതി ആയിരിക്കും, 22.5 ഡിഗ്രി. നോക്കിക്കേ, ഈ കോണിന്റെ അഗ്രങ്ങൾ ഈ ചാപത്തിന്റെ അഗ്രങ്ങളിലാണ് കൂട്ടിമുട്ടിയിരിക്കുന്നത്, ചേർന്ന് ചാപത്തിന്റെ അഗ്രങ്ങളിൽ നിന്നുണ്ടായ കോണാണത്. അതുകൊണ്ട് അത് കേന്ദ്രകോണിന്റെ പകുതിയാണ്. അപ്പം ഇതാണ് ഒന്നാമത്തെ കൺസ്ട്രക്ഷൻ. ഇനി അടുത്ത രണ്ടാമത്തെ കൺസ്ട്രക്ഷനിലേക്ക് പോകാം. രണ്ടാമത്തെ കൺസ്ട്രക്ഷൻ, ടു ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സ്പെസിഫൈഡ് ആംഗിൾസ് വിതിൻ എ സർക്കിൾ. അത് ഒരു ചോദ്യമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി വിതിൻ എ സർക്കിൾ. ഒരു റഫ് ആയിട്ട് ഒരു ഫിഗർ ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. ഒരു വൃത്തത്തിനകത്ത് ഒരു ത്രികോണം നിർമ്മിക്കുന്നത് 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി ആംഗിൾസ് ഉള്ള ഒരു ത്രികോണം നിർമ്മിക്കുന്നത് എങ്ങനെ? ഞാൻ ഇപ്പുറത്ത് വേറൊരു ചിത്രം വരയ്ക്കാം. ഇവിടെ 50 ഓരോരോ ആംഗിളായിട്ട് കാണിച്ചു തരാം. ഈ 50 ഡിഗ്രി എന്ന് പറയുന്നത് ഈ ആർക്കിന്റെ കേന്ദ്രകോണിന്റെ പകുതിയല്ലേ. അതായത് പിന്നെ ഞാൻ പേര് കൊടുക്കുകയാണ് ABC. ഇവിടെ കേന്ദ്രമുണ്ട് അല്ലെ. അപ്പൊ ഞാൻ കേന്ദ്രകോണിലോ ബിയും സിയും ഇവിടെ അറ്റങ്ങള് കേന്ദ്രത്തിലോട്ട് യോജിപ്പിക്കുന്നു. അപ്പൊ ഈ കേന്ദ്രകോണ് എത്രയായിരിക്കും? അതായത് BC എന്ന ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് കേന്ദ്രകോൺ. ഇതിന്റെ അഗ്രങ്ങളിൽ നിന്ന് വൃത്തത്തിന്റെ മറുവശത്തുള്ള കോണാണ്, വൃത്തത്തിലെ ബിന്ദുവിലുള്ള ഒരു കോണാണ് 50 ഡിഗ്രി ആംഗിളെന്ന് കാണിച്ചിരിക്കുന്നത്. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 100 ആയിരിക്കും അല്ലെ. നമ്മള് എന്താണ് പഠിച്ച തത്വം അനുസരിച്ച് എന്താണ്, ഈ ചാപത്തിന്റെ അഗ്രങ്ങളിൽ നിന്ന് വൃത്തത്തിന്റെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ കേന്ദ്രകോണിന്റെ പകുതിയാണ്. പകുതി 50 ആകുമ്പോൾ കേന്ദ്രകോൺ എത്രയായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഒരു കോൺ നമുക്ക് കേന്ദ്രകോൺ കിട്ടി, 100 എന്ന് കിട്ടി. 50 ഡിഗ്രി ആംഗിൾ എടുത്തിട്ടാണ് നമുക്ക് ഇവിടെ കേന്ദ്രകോൺ 100 എന്ന് കിട്ടിയത്. ഇനി ഞാൻ മറ്റൊരു ചിത്രം വരയ്ക്കാം. ഇതില് ഞാൻ വേറൊരു കോണാണ് എടുക്കുന്നത്. BC ഇവിടെ കേന്ദ്രം O. അപ്പം നമ്മളിവിടെ 50 ഡിഗ്രി കോൺ എടുത്തു കഴിഞ്ഞില്ലേ. ഇനി ഞാൻ ഇവിടുത്തെ 60 ഡിഗ്രി കോൺ, അതിന്റെ കേന്ദ്രകോൺ നമുക്ക് കണ്ടുപിടിക്കാം. ഈ 60 ഡിഗ്രി നോക്കിക്കേ, ഈ ചാപത്തിന്റെ അഗ്രങ്ങള് യോജിപ്പിച്ചുണ്ടാകുന്ന കോണല്ലേ കോൺ B. അപ്പൊ ഇതിന്റെ കേന്ദ്രകോൺ എന്തായിരിക്കും? ഇത് രണ്ടും കൂടി ഇങ്ങോട്ട് യോജിപ്പിക്കുക. ചാപം AC-യുടെ കേന്ദ്രകോണാണ് AOC. ചാപം AC-യുടെ കേന്ദ്രകോണാണ് AOC. ഈ എയുടെയും സിയുടെയും അഗ്രങ്ങൾ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് കോൺ ABC, അതായത് കോൺ B. അപ്പൊ ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഈ കേന്ദ്രകോൺ എത്രയായിരിക്കും? അതിന്റെ
ഇരട്ടിയായിരിക്കും. എത്ര വരും? 120. 120 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് മൂന്നാമതൊരു കോൺ കൂടി കണ്ടുപിടിക്കേണ്ട. 60ന്റെ 120. ഇനി കോൺ സിയുടെ നമുക്ക് നോക്കാം. ഈ ചിത്രത്തിൽ തന്നെ നോക്കാം. കോൺ സി 70 ഡിഗ്രി. അതിന്റെ കേന്ദ്രകോൺ ഏതായിരിക്കും? കോൺ സിയുടെ കേന്ദ്രകോൺ എന്ന് പറയുന്നത് എയും ബിയും, അതായത് RKBയുടെ അഗ്രങ്ങൾ കേന്ദ്രത്തിലോട്ട് യോജിപ്പിച്ചുണ്ടാകുന്ന കോണാണ് കേന്ദ്ര കോൺ. അപ്പൊ ഇതിന്റെ അഗ്രങ്ങൾ വൃത്തത്തിൽ ഉണ്ടാക്കിയ കോണാണ് കോൺ സി. AB എന്ന ചാപത്തിന്റെ അഗ്രങ്ങൾ വൃത്തത്തിൽ ഉണ്ടാക്കിയ കോണാണ് കോൺ സി. കോൺ സി 70 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? AOC എത്രയായിരിക്കും? 140 ഡിഗ്രി ആയിരിക്കും. അവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് കേന്ദ്രകോണെല്ലാം കിട്ടി. ഞാനൊരു റഫായിട്ട് വേറൊരു ചിത്രത്തിൽ എല്ലാം കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാൻ നമുക്ക് കേന്ദ്രകോണാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ യോജിപ്പിക്കുന്നു, പേര് കൊടുക്കുന്നു, BCA. നേരത്തെ കൊടുത്ത അതേ പേരുകൾ ഇവിടെ യോജിപ്പിക്കുന്നു. അപ്പോൾ കേന്ദ്രത്തിൽ 3 കോണുകൾ കിട്ടുന്നു. കണ്ടേ, 1, 2, 3. ഈ 3 കോണുകളുടെയും കേന്ദ്ര കോണുകളുടെ ആർക്ക് നോക്കിക്കേ. BOC, കോൺ BOC, അതിന്റെ ചാപം BC ആണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ BC. അപ്പം ഇത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ ABC അല്ലേ ത്രികോണം. അപ്പൊ ബിയും സിയും ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ബിയും സി ഇവിടെ വന്നു കഴിഞ്ഞു, പിന്നെ ആരാ ഇല്ലാത്തത്? A. അപ്പം കോൺ A ആയിരിക്കും ഇതുണ്ടാക്കുന്ന മറുഭാഗത്തുണ്ടാക്കുന്ന കോൺ A ആയിരിക്കും. അപ്പൊ കോൺ BOC is equal to എന്താണ്? A 50 ആണെങ്കിൽ BOC എത്രയായിരിക്കും? അതിന്റെ ഇരട്ടിയായിരിക്കും. 2 ആംഗിൾ A. കോൺ BOC equals 2 times angle A. That is 2 into 50, 100. ഇവിടെ എത്ര കിട്ടി? 100 എന്ന് കിട്ടി. ഇനി അടുത്തത് BOC ആണ്. നമ്മൾ ഈ ചാപം BC ആണ് എടുത്തത്. ഇനി ചാപം AC എടുക്കേ. ചാപം AC. ACയുടെ കേന്ദ്രകോൺ ഏതാണ്? AOC. AOC ഉണ്ടാക്കുന്ന കോണെന്ന് പറയുന്നത് എയും സിയും ഉണ്ട്. അപ്പൊ അത് B അല്ലേ? 2 ആംഗിൾ B. ഇത് ട്രിക്കാണ്. 2 into 60 എത്ര? 120. AOC equals 120. ഇവിടെ 120 വരും. ഇനി അടുത്തത് ഈ ചാപമാണ് അല്ലേ? AB എടുത്തായിരുന്നോ? ഇല്ല. AOB equals, ഇവിടെ എയും ബിയും വന്നു കഴിഞ്ഞാൽ ഇനി ഇല്ലാത്ത ആരാ? C. 2 ആംഗിൾ C. 2 into 70 equal 140. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 360 ഡിഗ്രി കിട്ടും. അപ്പൊ എല്ലാ ആംഗിളും കിട്ടി. നമുക്ക് കേന്ദ്രകോൺ കണ്ടുപിടിച്ചാലേ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാൻ കഴിയും. ഇനി ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ റഫായിട്ടൊരു ചിത്രം വരച്ചിട്ടിട്ടുണ്ട്. ഇവിടെയാണ്. ഇത് ശരിയായിട്ടുള്ള അളവെടുത്ത് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പം വൃത്തത്തിന് അളവ് തന്നിട്ടുണ്ടെങ്കിൽ ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത്രയും അളവെടുത്ത് വരയ്ക്കണം. ഞാനിപ്പോ അളവൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഒരു സർക്കിൾ വരച്ചെന്നേ ഉള്ളൂ. കേന്ദ്രം. അപ്പൊ നമ്മള് ഇതിൻ്റെ അത് യോജിപ്പിച്ച് നമുക്ക് ആദ്യം കേന്ദ്രകോണുകളൊക്കെ എഴുതാം. ഇവിടെ 50 ആകുമ്പോ ഇവിടെ 100. ഇവിടെ 60 ആകുമ്പോ ഇവിടെ എത്ര? 120. ഇവിടെ 70 ആകുമ്പോ ഇവിടെ എത്ര? 140. ഇത്രയുമാണ് നമുക്ക് കേന്ദ്രത്തില് അടയാളപ്പെടുത്തുന്നത്. അതിനെ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ട? ഒരു റേഡിയസ് വരയ്ക്കും. ഒരു റേഡിയസ് വരച്ചു. പിന്നെ ഈ റേഡിയസിൽ 100 ഡിഗ്രി ആദ്യം പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് 100 ഡിഗ്രി എടുക്കണം. എൻ്റെ കയ്യിൽ വലിയ പ്രൊട്രാക്ടർ ഒന്നും ഇല്ല, ചെറിയ പ്രൊട്രാക്ടർ മാത്രമേ ഉള്ളൂ.
എന്നിരുന്നാലും അത് ഉപയോഗിച്ച് ഞാൻ എങ്ങനെയാ അളവെടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. വേണ്ടേ, സെന്റർ ഇവിടെ വേണം. സെന്ററിൽ വെച്ചിട്ട് 0 തൊട്ടുള്ളതാണ് നോക്കേണ്ടത്. 100 ഇവിടെ വരും. അപ്പോഴോ നമ്മൾ എന്താണ് വെച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ മാഞ്ഞു പോകും. ഇവിടെ 100 ഡിഗ്രി. അപ്പൊ നമ്മള് 100 ഡിഗ്രി എടുത്തു. ഇനി എത്രയാണ്? 120. പ്രൊട്രാക്ടർ നിങ്ങൾ ഇങ്ങനെ വെക്കുക, അതാ ഇവിടെ വെക്കുക. മനസ്സിലായോ? ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് 0 തുടങ്ങുന്ന വെച്ച് നോക്കി കണ്ടുപിടിക്കണം. 0 to 120. 120 അല്ലേ? അപ്പോഴ് 120 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി മറ്റേത് ആംഗിൾ അളന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അത് തീർച്ചയായിട്ടും 140 ആയിരിക്കും. 3 കൂടെ 360 ആയിരിക്കും. ഇനി എന്താണ്? സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ഈ അടയാളപ്പെടുത്തിയ 3 പോയിന്റും ജോയിൻ ചെയ്യുക. ഉണ്ടോ? ഇങ്ങനെ ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഒരു ട്രയാങ്കിള് സർക്കിളില് വരയ്ക്കുന്നത്. അപ്പം മാർക്കർ പെൻ ആയതുകൊണ്ടാണ് കാണിച്ചപ്പോൾ ഇതെല്ലാം മാഞ്ഞു പോയത്. എന്നിരുന്നാലും നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. 2 കൺസ്ട്രക്ഷൻ കാണിച്ചു തന്നു. ഇനി കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.